ഹലോ, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലിയായിട്ട് കണ്ണനൊക്കെ വന്നതിന് ശേഷം ഒരു മലേഷ്യൻ ട്രിപ്പ്. കുറച്ച് എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. എന്താ പറയുക, വളരെ എക്സൈറ്റഡ് ആണ്. ഹെക്റ്റിക് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. പക്ഷെ എന്നാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാണ് ഈ ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ മലേഷ്യൻ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് മാക്സിമം കവർ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞങ്ങളിതാ ഇവിടെ ലോഞ്ചിലെത്തി. സായി ഇവിടെ ഉണ്ട്. കണ്ണനും അമ്മയും ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയിക്കുന്നു. അച്ഛൻ അതാ അവിടെയുണ്ട്. സായി ഇതാ ഇവിടെയുണ്ട്. ഇറങ്ങാറായോ? ഞങ്ങളത് ഗേറ്റ് നമ്പർ 1 പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാ ബോർഡ് ചെയ്തിരിക്കുകയാണ് ഫ്ലൈറ്റിലേക്ക്. സായിക്കുട്ടൻ, ഞാൻ, ചേച്ചി, പിന്നെ അമ്മയും അച്ഛനും പുറകിൽ വിട്ടിരിപ്പുണ്ട്. അമ്മയും അച്ഛനെ വിളിച്ചേ. നമ്മൾ മലേഷ്യയിലെത്തി. ഇപ്പോൾ ഇവിടെ എത്രയും സമയം? നാട്ടിൽ 6 മണി. 6 മണി. അപ്പം ഇവിടെ 8:21 ആയി രാവിലെ. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് ആർക്കും വിശക്കുന്നില്ല. ബാത്റൂമിൽ പോയേക്കുവാണ്, അതുകൊണ്ട് ഇവിടെ ഇല്ല. അയ്യോ, കാര്യമായിട്ട് നമ്മൾ സ്റ്റാർബക്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ആവശ്യം ഇങ്ങനെ സൈഡിലൊക്കെ ഇത് എയർപോർട്ടാണ്. നല്ല കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ഈ നൂഡിൽസ്, ഫിഷ് ഇങ്ങനത്തെ സാധനങ്ങളാണ് അധികവും. ഞങ്ങൾ ടാക്സി ഓർഡർ ചെയ്തു. ടാക്സി വിളിച്ചു ഗ്രാബിൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി കയറാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നമ്മളിവിടെ തിരുച്ചിയിലുള്ള ഒരു തമിഴ് അണ്ണനെ മീറ്റ് ചെയ്തു. ഹായ് അണ്ണ, എന്താ ഊരണ്ണ? തിരുച്ചി. സോ അപ്പോൾ അണ്ണനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് വേറെ ഇന്നോവ പോലത്തെ വണ്ടിയുണ്ട്. ഇപ്പം നമ്മൾ എന്താ വണ്ടിയിൽ പോകുന്നത്? ഇന്നോവ അല്ലേ പോകാൻ പോവാണ്. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് പിന്നെ പേ ചെയ്തു. പിന്നെ ആ വണ്ടിയിൽ പോവാം. എയർപോർട്ടിൽ ഞങ്ങൾ കാറിൽ കയറി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഗ്രൗണ്ടിലൊരു മൈനെ കണ്ടു. അതോടുകൂടി സായി ആകെ വിഷാദനായി. കാരണം ഒരു മൈനെ കണ്ടാൽ എന്താണ് പ്രശ്നം? ഒരു മൈനെ കണ്ടാൽ ബാഡ് ലക്കാ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരം വേറൊരു മൈനെ നോക്കി. പക്ഷെ കാക്കയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ പനകളുണ്ട്. അപ്പം ഈ പനകളൊക്കെ ഇത് മൈനയുടെ ബാഡ് ലക്ക് മാറണമെങ്കിൽ തെങ്ങ് നോക്കിയിട്ട് തേങ്ങ എണ്ണയാൽ മതി അല്ലേ? തെങ്ങ് നോക്കി തേങ്ങ എണ്ണയാൽ മതി. പക്ഷെ ഇവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് സായി ഈ പാം ട്രീ നോക്കിയിട്ട് ആ പാം ട്രീയിൽ തേങ്ങ ഉണ്ടെന്ന് സങ്കല്പിച്ച് കുറേ എണ്ണി. ഹായ്, ഞങ്ങളിവിടെ കോലാലംപൂർ എത്തി. അത് കഴിഞ്ഞിട്ട് എല്ലാം പോയി റൂമിലൊക്കെ ഫ്രഷായി. ഏറ്റവും വെളിയിൽ നിന്ന് എടുക്കുക റൂമിലൊക്കെ പോയി ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് 1919 എന്നാണ്. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് ഈ എഗ് പ്ലാന്റ് ഫ്രൈസ്. നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ ഫ്രൈസ്. പിന്നെ ഈ ഇതിൻ്റെ പേരെന്താ? ചൈനീസ് ഗ്രീൻ ടീ. ഇവിടെ വെള്ളത്തിൻ്റെ പോലെ നമുക്ക് കിട്ടുന്ന സാധനമാണ്. എല്ലാവർക്കും എന്താ സായി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. സായി മറ്റേ ചോപ്പ് സ്റ്റിക്കിൻ്റെ ആളാണ്. കാണാമോ സായെ? ആൻഡ് അമ്മ, അച്ഛൻ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് ചിക്കൻ, ക്രിസ്പി ചിക്കൻ വിത്ത് ഓറഞ്ച്. ഇത് ബട്ടർ ചിക്കൻ,
ബട്ടർ ഫ്രൈഡ് ചിക്കൻ, അത് വോണ്ടൺ ഫ്രൈഡ് നൂഡിൽസ്, അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് നയോങ് ഫ്രൈഡ് റൈസ്. അതാണ് എനിക്ക് ഈ ചിക്കൻ ക്രിസ്പി ചിക്കനിൽ വിത്ത് ഓറഞ്ചിൻ്റെ ട്വിസ്റ്റ് നല്ല രസമായിട്ട് തോന്നി. ഓറഞ്ചിൻ്റെ ജ്യൂസ് അതിലൊഴിച്ചിട്ടുണ്ട്. നൂഡിൽസ് നല്ലതാണ്. പിന്നെ ഫ്രൈഡ് റൈസിലൊക്കെ ഒത്തിരി ഫിഷ് സോസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കത്ര വർക്കല്ല. പിന്നെ എഗ് പ്ലാന്റ് ആയിരുന്നു അത് ബെസ്റ്റ് ഇതിനകത്ത്. പിന്നെ ആ ബട്ടേർഡ് ഫ്രൈഡ് ചിക്കനകത്ത് കുറച്ച് വല്ലാത്തൊരു മുട്ടയുടെ മണമുണ്ട്. പക്ഷേ നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലേടാ? സായിക്ക് കണ്ണനൊന്നും അത് പ്രശ്നമില്ല, ഇഷ്ടമായി. വെറൈറ്റി അത് തന്നെ. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അച്ഛൻ എൻ്റെ അതേ അവസ്ഥയാണ്, വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മയ്ക്ക് ഓക്കെ അല്ലേ? സായിക്കുട്ടനോ? സായിക്കുട്ടനോ ഓക്കെ. എഗ് പ്ലാന്റും ഓറഞ്ച് ചിക്കനും അതാണ് സായിക്ക് ഇഷ്ടം. ഇതിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അല്ല, ഐസ്ക്രീമല്ല, ഇതിൻ്റെ പേര് 1919 കോഫി വിത്ത് ഐസ്ക്രീം. സായ് 1919 കോഫി വിത്ത് ഐസ്ക്രീം. അത് എൻ്റെ അപ്പൂപ്പൻ പരീക്ഷിക്കാം. ഇത് കുടിക്കുവാണോ ആദ്യം? ഒന്നും വരുന്നില്ല. സായ് തോറ്റു, അതുകൊണ്ട് എടുത്തയക്കുക. അതിൻ്റെ പുറത്ത് മാഷ്മെലോസ് ആണ് ഇരിക്കുന്നത്. അതെനിക്ക് താങ്ക് യു. ആ വേഗം ഒന്ന് വേണം. അഭിപ്രായം പറയൂ. നല്ലതാണോ? കൊടുക്കാം, അപ്പൂപ്പനെ കൊടുത്തേ. അത് പിന്നെ കഴിക്കാം. എനിക്ക് അച്ഛൻ്റെ റിയാക്ഷൻ ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട ഫുഡൊന്നും ഇഷ്ടമില്ലാത്ത എൻ്റെ അച്ഛൻ ഇതാ കഴിക്കുന്നു എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. എങ്ങനെയുണ്ട് അച്ഛാ? ഇതെന്താ ഇത്? ആ, ഇത് ടോഫു. അതെ, കാരമൽ കസ്റ്റർഡ് പോലെയുണ്ട്. ടോഫു വിത്ത് ടോഫു ഇൻ വെജിറ്റബിൾ സോസ്. അതാണ് ഹോം മെയ്ഡ് ടോഫു അല്ലേ? വിത്ത് ഇൻ വെജിറ്റബിൾ സോസാണ് ഈ വന്നിരിക്കുന്നത്. കേക്ക് പോലെ കട്ട് ചെയ്ത് കഴിക്കുക. യെസ്, ഓക്കെ. കണ്ണൻ അഭിപ്രായം പറയൂ. ഇന്ന് കണ്ണനാണ് എൻ്റെ കാരമൽ കസ്റ്റർഡ്. അച്ഛൻ മിക്കവാറും ട്രൈ ചെയ്യാൻ പോലും സാധ്യതയില്ല. ദാറ്റ് ഈസ് ടോഫു. ടോഫു, ജാപ്പനീസ് ടോഫു. ഇത് ടോഫുവാ, കസ്റ്റർഡാണ് അച്ഛൻ. സായി എങ്ങനെയുണ്ടെന്ന് പറ കണ്ണ. അടിപൊളിയാ? അടിപൊളിയാ? സായി, ഹൗ ഡിഡ് യു ലൈക്ക് ഇറ്റ്? Let me try. ആ സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ വെജിറ്റേറിയൻ ആണെങ്കിൽ ധൈര്യമായി നല്ലതായിരിക്കുമെന്ന്. ഇത് കുഴപ്പമില്ല, വലിയ ചോവയൊന്നും ഇല്ല. അപ്പം ഇനി വെജ് ഓർഡർ ചെയ്താൽ മതി, സേഫാണ്. ഇതിനകത്ത് കുറേ വെജിറ്റബിൾസ് ഇങ്ങനെയുണ്ട്. ആണ് ജാപ്പനീസ് ടോഫു. ഇത് ഏത് വെജിറ്റബിളാണ്? ഇത് ടോഫു എന്നല്ല, ടോഫു ആ കിടക്കുന്ന. ഇത് ഏത് വെജിറ്റബിളാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഞങ്ങളിവിടെ എത്തിയെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ എല്ലാം ആസ്വദിച്ച് തിരിച്ചതാ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടു കേവ്സിലെത്തിയിരിക്കുകയാണ്. ഇത് ഈ ഫുൾ സ്ഥലത്ത് ഇഷ്ടംപോലെ ആൾക്കാർ നോക്ക് പ്രാവിനെയൊക്കെ ഫീഡ് ചെയ്ത്. അതുകൊണ്ട് നല്ല രസമായി പ്രാവിൻ്റെ അടുത്തേക്ക് പോകാൻ. ഞാനൊരു ഫോട്ടോ എടുക്കാനുള്ള പരിശ്രമമൊക്കെ നടത്തി. പ്രാവുകളൊന്നും ഓടിയൊന്നും ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റേ അഭിമന്യു സിനിമയിൽ പ്രാവ് പറഞ്ഞ പോലെയുള്ള പറക്കലൊന്നും ഉണ്ടായില്ല. അങ്ങനെ അച്ഛനും അമ്മയും സ്റ്റെപ്പ് കയറണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ കയറുന്നില്ല എന്ന് തീരുമാനിക്കുകയും കയറാൻ പോയ അമ്മയെ നിരുത്സാഹപ്പെടുത്തി അവിടെ കൂടെ ഇരുത്തുകയും ചെയ്തു. പിന്നെ എൻ്റെ മകന് നല്ല മടിയനായതുകൊണ്ട് അവൻ എന്തായാലും കയറുന്നില്ല എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു. അതൊരു ബ്യൂട്ടിഫുൾ അല്ലേ? ഞാനും കണ്ണനും കയറാൻ തീരുമാനിച്ചു. മഴ പെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കുടയൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്
നമ്മളിതാ ഇടയ്ക്കിടയ്ക്ക് കയറി നിന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കും. പിന്നെ ലാസ്റ്റ് സെറ്റ് ഓഫ് പടികളിലെത്തി. 272 സ്റ്റെപ്സ് ഉണ്ട്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നേരിട്ട് കാണണം എന്നാലേ എൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലൈം സ്റ്റോണാണ് ഇത് കംപ്ലീറ്റ് ലൈം സ്റ്റോണാണ് ഈ കാണുന്നത്. പണ്ട് ഇവിടെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ഒരു ഇന്ത്യൻ വന്നിട്ട് ഇങ്ങനെ ഒരു അമ്പലം അവിടെ പണിഞ്ഞതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോക്കിക്കേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഫുൾ ഓഫ് അമ്പലം, മെയിൻലി മുരുകനാണ് അവിടെ. ഒന്ന് നമ്മളിവിടെയൊക്കെ നടന്ന് ഭയങ്കര ഡിവൈൻ ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഏറ്റവും അവസാനം വരുന്ന സ്ഥലമാണിത്. അവിടെ ചെന്നപ്പോൾ അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുന്നു. അഭിഷേകമായിരുന്നു. പാലും തേനും നെയ്യും മഞ്ഞളും എല്ലാം വെച്ചിട്ടുള്ള അഭിഷേകം അങ്ങനെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഹായ്, ഞങ്ങളിവിടെ കൊലാലംപൂരിൽ നിന്ന് ഇനി പെനാങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. ഇന്നലെ എനിക്ക് നമ്മുടെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒന്നും പറ്റിയില്ല. കാരണം ഞാൻ ആ അമ്പലത്തിൽ, ബട്ടു കേവ്സിൽ അമ്പലത്തിൽ പോയി അവിടെ വെച്ച് ക്യാമറ എടുത്ത് എൻ്റെ ബാക്ക് പാക്കിനകത്തിട്ട് അത് തന്നെ അങ്ങനെ ഓൺ ഓഫൊക്കെ ആയി എൻ്റെ ചാർജ് മുഴുവൻ പോയി. ഞാൻ KLCC അക്വേറിയത്തിലും ഇന്നലെ പോയി, പെട്രോണസ് ടവറിലും പോയി ഞങ്ങൾ. പക്ഷേ അവിടെ ഒന്നും വീഡിയോ ഇതാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മൊബൈൽ ചെറുതായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. മൊബൈലിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും, നമ്മുടെ ക്യാമറയുടെ പേര് ഓസ്മോ പോക്കറ്റ് 3 എന്നാണ്. അപ്പോൾ ആ ക്യാമറ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ ലൂസായിട്ട് അതിനൊരു പൗച്ച് ഉണ്ട്. ആ പൗച്ചിൽ തന്നെ ഇട്ട് വെക്കണം. ഇല്ലാതെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയുടെ ചാർജൊക്കെ പോയി, ക്യാമറ ചൂടായി, നമ്മൾ ക്യാമറ നാശമായി പോയി എന്ന് പേടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പെനാങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ പോകുന്നതിൻ്റെ മെയിൻ റീസൺ സായിയാണ്. കാരണം സായിക്ക് പെനാങ്ങിൽ മറ്റേ അതെ, എസ്കേപ്പ് പെനാങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവിടെ ഒത്തിരി ഗെയിം ഒക്കെ കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. സായിയുടെ കാലൊന്നും ഒടിഞ്ഞിട്ടില്ല. സായിയുടെ കാലിൽ ഒരു ചെറിയ മുറിവ്, അതിനാണ് സായി കാല് ഒടിഞ്ഞു എന്നൊക്കെ പറയുന്നത്. ചെറിയൊരു ചതവ് സായിയുടെ കാല്. ബോൺ ബ്രേക്ക് ഒന്നും അറിയില്ല, ചെറിയൊരു ചതവേ ഉള്ളൂ. അങ്ങനെ ചെറുതായിട്ട് തള്ളിയത്. അപ്പം നമ്മൾ കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന ഇവിടുത്തെ ഒരു വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ആക്ച്വലി ഓൾഡ് ടൗൺ വൈറ്റ് കോഫി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടുത്തെ. നമുക്കിവിടെ എയർപോർട്ടിലേക്ക് വന്നപ്പോൾ പുറത്ത് തന്നെ ഒരു ഓൾഡ് ടൗൺ വൈറ്റ് കോഫി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചു, അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജോർജ് ടൗൺ എന്ന് പറയുന്ന സ്ട്രീറ്റിലെത്തി. നമ്മുടെ നാട്ടിലൊരു ഫോർട്ട് കൊച്ചിയുടെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ലുക്കാണ് ഇവിടെ. പക്ഷേ കുറച്ചും കൂടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ബട്ട് ഇറ്റ്സ് എ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്. ഞങ്ങളിവിടെ ഏത് റെസ്റ്റോറൻറ്റാണ് കാണുക? ഹമീദിയ. ഇവിടുത്തെ ഭയങ്കര ഫേമസ് റെസ്റ്റോറൻറ്റാണ്. ഇതിൻ്റെ പേരെന്തായിരുന്നു? മുർത്തബ. മുർത്തബ എന്നൊക്കെ പേരിലൊരു സാധനമാണ്. മുട്ടയുണ്ട്, പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. ചിക്കൻ, ഒണിയൻ, പിന്നെ പൊറോട്ടയുടെ ഒരു സ്ലൈസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെനു നോക്കാം. ഭയങ്കര ക്യൂ ആണ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് അപ്പുറത്ത് പോയി റെസ്റ്റോറൻറ്റിലിരുന്ന് വേണം കഴിക്കാൻ. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ കറികളൊക്കെ വെച്ചേക്കാം. മൈസൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മൈസൂർ. ശരി, നിധി നോക്കി എനിക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഞാൻ കണ്ടുപിടിക്കട്ടെ. ബിരിയാണി, റോട്ടി, നാനൊക്കെ ഉണ്ട്. ഓ, അത് ശരി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. എന്തെങ്കിലും കിട്ടും. ഇവർ ഭയങ്കര വലിയ പേരെടുത്ത റെസ്റ്റോറൻറ്റ്സാണ്. അവർക്ക് വേൾഡ് ടോപ്പ് ഗോമെ അവാർഡ് ഒക്കെ ഉണ്ട്. ഇത് അബൂബക്കർ റാവുത്തർ. നമുക്ക് പെട്ടെന്ന് മറ്റേ ആ സിനിമയിലെ റാവുത്തറിനെ ഓർമ്മ വന്നു. വിയറ്റ്നാം കോളനി. ഇതിൻ്റെ പേര് ഇത് ബിരിയാണി വിത്ത് നമ്മുടെ കാടക്കോഴി ഫ്രൈ ചെയ്തു. ഇത് ബീഫാണ്, ബീഫിൻ്റെ ഒരു കറിയാണ്. ഇത് ടർക്കി കോഴി. ഇത് മിക്സ് കറി, എല്ലാ കറിയുടെ മിക്സ്. ലാം ഷാങ്ക്.
പിന്നെ ഇത് ഒരു മീൽസ് ആണ്. ഇവിടുത്തെ നാസി കണ്ടാക്ട് എന്ന് പറയും. അതിൽ വെജീസും ചിക്കനും ഉണ്ട്. അമ്മയുടെ ചേച്ചിയുടെ വെജിറ്റേറിയൻ. ഇത് പിന്നെ ഗ്രേവി മാത്രം ഒരു എക്സ്ട്രാ റൈസ്. വെജിറ്റേറിയൻ അല്ല, അതിനകത്ത് മുട്ടയുണ്ട്. ഒരു സേഫ്റ്റിക്ക് അങ്ങനെ വെച്ചതാ. എല്ലാം കൂടെ കണ്ടിട്ട് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണെന്ന് പറയാം. നല്ല ലഞ്ചായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, പക്ഷേ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടല്ലേ സായി? എനിക്കിഷ്ടപ്പെട്ടു. സായിക്ക് ഭയങ്കര ലാം ഷാങ്ക്. പിന്നെ നല്ല വെണ്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കതും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു. ആക്ച്വലി ഡയറി മിൽക്കിൻ്റെ ഐസ്ക്രീം സായി കഴിച്ചു. ഇത് ഇവിടെ കിട്ടിയ ലോക്കൽ കോഫി അല്ലേ? ഇത് കോഫിക്കകത്ത് വിത്ത് ഐസ് ഇങ്ങനെയൊക്കെ ചെയ്ത് തരും, ഒരു വള്ളിയൊക്കെ ഇട്ട്. ജസ്റ്റ് നോർമൽ കോഫി. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതരം ചക്കയാണ്. അതുകൊണ്ട് അതിൻ്റെ പേരാണ് മുസാങ്കിങ് ബ്ലാക്ക് തോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഇവിടെ അതേ കണ്ണൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേര് എന്തോടെ? കൂമ്പോ കൂഴച്ചക്ക എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ നല്ല വൃത്തിയായിട്ട് ടേസ്റ്റാണ്. അമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്ന വെച്ചാൽ ഹൗ വാസ് ദറ്റ് എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നീ പറയടാ, പറഞ്ഞോ. കുഴഞ്ഞ ചക്ക വെളുത്തുള്ളിയുടെ പേസ്റ്റ് മുക്കിയിട്ട് ഡ്രൈ ചെയ്തിട്ട് വീണ്ടും മുക്കിയതിൻ്റെ ടേസ്റ്റ് കഴിച്ചു നോക്കും. നല്ല വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരുന്നു. ഞാനും അച്ഛനും സായിയും കഴിച്ചിട്ടില്ല, ബട്ട് കണ്ണനും അമ്മയും അത് മൊത്തം കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കുറേ കുരുക്കളൊക്കെ ഇവിടെ കിടക്കുന്നു. വൃത്തിയായിട്ട് നാറ്റാ അല്ലേ? എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു, കുത്തിക്കയറ്റുണ്ട്. നമ്മൾ പെനാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇതൊരു ഹില്ലി പ്ലേസാ. ഫ്രണ്ടിൽ പോവാ അല്ലേ? ഫ്രണ്ടിലാണ് നല്ല വ്യൂ ഉണ്ടാവും. നമ്മൾ പെനാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഇവിടുന്ന് ആ ഹില്ലിലോട്ട് പോകുന്ന ഒരു ഇതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എത്ര ദൂരെയാണ്? 712 meter above sea level. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. മക് ഷോട്ട് എന്നാണ് ഈ കഫേയുടെ പേര്. ഇവിടുത്തെ ഭയങ്കര ഏജ് ഓൾഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കഫേയാണിത്. ഇറ്റ്സ് സോ നൈസ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ ഫ്രഷായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവർക്ക് ഇതാ ഇവിടെയും ഒരു സെക്ഷൻ ഓഫ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ചെറിയ സീറ്റ്സാണ്. നമ്മൾ 5 people ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വലിയൊരു സ്പേസ് സെലക്ട് ചെയ്തു. ഇവരെല്ലാവരും ആക്ച്വലി തീറ്റ തുടങ്ങി. സായിയുടെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. ഓർഡർ ചെയ്തു. അച്ഛാ, ഈ ഹോട്ടൽ എങ്ങനെയുണ്ട് അച്ഛൻ്റെ അഭിപ്രായം? കളിയാക്കുവാണ് അച്ഛൻ. ഒളിഞ്ഞ മതില് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും ഇച്ചിരി ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ
നീയും വന്നടാ അതിനകത്ത് നീയും വന്ന് ഫുഡ് മുഖ്യം ബിഗിലേ. അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ്. അല്ല, ഹലോ, നമ്മളിവിടെ എസ്കേപ്പ് പെനാങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. എസ്കേപ്പ് പെനാങ് ശരിക്കും നമ്മുടെ ഈ പെനാങ്ങിൻ്റെ സിറ്റിയിൽ നിന്ന് കുറച്ച് നല്ലോണം ദൂരെയാണ്, ഒരു 15 കിലോമീറ്റേഴ്സ് എല്ലാം ദൂരെയാണ്. അവിടെ എത്തി. ഇതാ ഇതാണ് എസ്കേപ്പ് പെനാങ്ങിൻ്റെ ഇവിടെയുള്ളൊരു ലുക്കൊക്കെ കാണിച്ചു തരാം. ഇവരുടെ ഈ കസേര നല്ല രസമുണ്ട്. ഓ, നമ്മുടെ ഫേസ് നമ്മൾ ഓൾറെഡി സെൽഫി എടുത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് അച്ഛൻ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് അച്ഛന് ഇതില്ല. നമ്മുടെ ഫേസ് ട്രാക്ക് ചെയ്തിട്ട് ഇവർ നമ്മളെ അകത്തേക്ക് കയറ്റും. നമ്മൾ ഓൾറെഡി കണ്ടോ, രാഹുൽ രാജു വെൽക്കം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി സിമ്പിളാണ്. അതുകൊണ്ട് അവിടെ ഒന്നും ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. അച്ഛൻ്റെ മാത്രം സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് പാസ്പോർട്ട് കാണിക്കണം. Are you excited? ഒന്നും കാണുന്നില്ല, എല്ലാം മരം തന്നെ, എവിടെ അറിയത്തില്ല. കണ്ടിച്ചിട്ട് പേടിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അകത്ത് പോയിട്ട് നോക്കാം. പക്ഷെ ഇത് അകത്ത് അത്രയും അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ക്യാമറയൊന്നും പറ്റുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. എന്തായാലും റൈറ്റിൻ്റെ ഇടയ്ക്ക് ക്യാമറ അലൗഡ് അല്ല, എല്ലാവർക്കും അറിയാം. മണ്ടലയിലൊക്കെ പോയവർക്ക് ആണല്ലേ? അല്ല, ലെറ്റ്സ് സീ. തെറിച്ചു. നമ്മ ഗെയിമിലൊക്കെ റൈഡ്സിലൊക്കെ പോയി ക്ഷീണിച്ചു. റൈഡ്സിൻ്റെ അവിടേക്കൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല റൈഡ്സായിരുന്നു. പോയി കണ്ണൊക്കെ ചുമന്നു. കണ്ണ് ചുമന്നറിയില്ല, കണ്ണൊക്കെ നീറുന്നുണ്ട്. പക്ഷെ നല്ലതായിരുന്നു റൈഡ്സ്. ഇനി കുറച്ച് വാട്ടർ റൈഡ്സ് അല്ലാത്തതുകൊണ്ട് അതിലും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. പേടിയുണ്ടോ പോലെ? അയ്യോ, അയ്യോ, കാലുവേദന എടുക്കും. ശരിയാ. അയ്യോ അയ്യോ, അതുകൊണ്ട് ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് അവര്. അമ്മൂമ്മ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം ഒന്ന് പറയൂ സാറേ. ഞാനില്ല, ഇത് ഞാൻ ചെയ്യത്തില്ല. എനിക്ക് കാല് ഫ്രാക്ചേർഡ് ചെറുതായിട്ടുള്ളൂ. ഞാൻ ഓവറാക്ട് ചെയ്ത് ഇവർ ഓവറാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഹായ്, ഇന്നലെ ഞങ്ങൾ പെനാങ്ങിൽ എസ്കേപ്പിൽ പോയി. പക്ഷേ എസ്കേപ്പിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ ഈ വാട്ടർ റൈഡ്സൊക്കെ നല്ല അടിപൊളിയായിരുന്നു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് ലാൻഡ് റൈഡ്സിലേക്ക് പോയി. ആ ലാൻഡ് റൈഡിൽ നമുക്ക് ഭയങ്കര ഒരു വലിയ അപകടം ഉണ്ടായി. ഞാൻ ആകെ ഷോക്കായിപ്പോയി. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യാഞ്ഞത്, വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു സിപ്പ് കോസ്റ്റർ എന്ന് പറഞ്ഞ സിപ്പ് ലൈൻ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. 1.5 കിലോമീറ്റേഴ്സൊക്കെ സിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിപ്പ് കോസ്റ്റർ എന്ന് പറഞ്ഞ് ഈ സിപ്പ് ലൈനിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ റോളർ കോസ്റ്റർ പോലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു സാധനം. അപ്പോൾ അത് കയറ്റി വിടുമ്പോൾ ഒരു സെറ്റ് ആൾക്കാർ പോയിട്ട് അവർ റീച്ച് ചെയ്തിട്ട് ആക്ച്വലി നമ്മളെ കയറ്റാൻ പാടുള്ളൂ. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. ഇവർ നമ്മളെ കയറ്റി വിട്ടു. അപ്പോൾ ഓൾറെഡി വന്ന ആൾക്കാർ പകുതി വഴിയിൽ 2 ലേഡീസ് സ്റ്റക്കായി കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഹൈറ്റിൽ നിന്ന് വന്ന് നേരെ പോയിട്ട് ഞാനും സായും കൂടെ വന്നല്ലോ, ഫ്രണ്ടിൽ ഞാനായിരുന്നു. എൻ്റെ കാർട്ട് വന്നിട്ട് ഇവരുടെ കാർട്ടിൽ ഇടിക്കാൻ പോയി. ഇതൊക്കെ ഞാൻ കാല് വെച്ചിട്ടിങ്ങനെ, ഇല്ലെങ്കിൽ എൻ്റെ മുട്ടൊക്കെ പൊളിയും. അത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ കാർട്ടാണ്. കാല് വെച്ചിട്ട് ഇങ്ങനെ അത്രയും ശക്തിയിൽ ചവിട്ടിയപ്പോഴത്തേക്കും എൻ്റെ ഈ കാലിങ്ങനെ മടങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഇരിക്കുന്ന കാർട്ടിൽ തന്നെ അടിച്ച് എൻ്റെ കാലിൻ്റെ ബാക്ക് സൈഡ് മുറിഞ്ഞു. എൻ്റെ മുട്ട് വീണ്ടും പോയി ഇടിച്ച് മുട്ടിലൊക്കെ സ്വെല്ലിംഗ് ഒക്കെ ആയി. സായിയുടെയും മുട്ടും ദേഹവും എല്ലാം
നിന്നെ പുറത്തിരുന്ന് അവിടെ മുതൽ ഏകദേശം എൻഡ് ചെയ്യുന്നത് വരെ ഞാൻ ചവിട്ടി ഇങ്ങനെ പുഷ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും തിരിച്ചെത്തിയത്. അങ്ങനെ ഞാൻ ഭയങ്കര പേടിച്ചു പോയി. ഞാൻ അതായത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഭയങ്കര ഒരു സിവിയർ സിറ്റുവേഷൻ ആയിപ്പോയി. ഇതൊരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇതല്ല. ഒരു ആക്സിഡൻ്റൊക്കെ നമ്മളിപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിക്കണതല്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ്. ഹെൽപ്പ് എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കാടിൻ്റെ നടുവ് കൂടെയൊക്കെയാണ്. ശരിക്കും അവർ പ്രോപ്പറായിട്ട് ക്യാമറാസ് വെച്ചിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്ന അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു. അവരുടെ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ആൾക്കാരൊക്കെ വിളിക്കാൻ പറഞ്ഞു. പക്ഷേ അവരെ ആരും കറക്റ്റായിട്ട് വിളിച്ചില്ല. ഒരു കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ചെയ്തില്ല. HR-ൻ്റെ ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ പ്രോപ്പറായിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവസാനം നമ്മളവിടുത്തെ ലോക്കൽ പോലീസിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഈ ലോക്കൽ പോലീസ് അവിടുത്തെ മാനേജറൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ വന്നു. ഫസ്റ്റ് എയ്ഡ് പോലും എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാലിൽ മെഡിസിനൊക്കെ വെച്ചതൊക്കെ, മുറിഞ്ഞതൊക്കെ. അപ്പോൾ അങ്ങനെ അവിടുത്തെ പോലീസ് വന്നപ്പോഴത്തേക്ക് ആദ്യം നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓപ്പറേഷൻസ് മാനേജർ ആരെയും ഒരു ഫോണൊക്കെ ചെയ്ത് അതിനുശേഷം പിന്നെ ഇവരുടെ അപ്രോച്ചൊക്കെ ഭയങ്കര ഡിഫറെൻ്റായി. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളൊരു റിപ്പോർട്ട് എഴുതി തരാൻ പറഞ്ഞിട്ടും അവർ തന്നില്ല. അപ്പോൾ അങ്ങനെ അവർ വളരെ സിമ്പിളായിട്ട് ഇതൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവരങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പറയുക. അപ്പോൾ ഞാൻ അതങ്ങനെ വിടാതെ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇതിപ്പം എനിക്കൊരു മേജർ ഇഷ്യൂ നടന്നില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഏത് ആൾക്കാരാണെങ്കിലും ഒരു മേജർ ആക്സിഡൻറ്റ് നടക്കാനുള്ള എല്ലാ തീവ്രതയും ഉള്ളൊരു നമ്മൾ പറയില്ല നിയർ മിസ്സാണ് സംഭവിച്ചത്. അപ്പോൾ നിയർ മിസ് ഈസ് ആൻ ആക്സിഡൻറ്റ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സംതിങ് വെരി സീരിയസ്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ കംപ്ലീറ്റ് പൊട്ടിപ്പോകാനുള്ള അത്രയും സീരിയസ്നെസ് ആയിരുന്നു. എനിക്ക് ഈശ്വരനോടേ ഉള്ളൂ നന്ദി പറയാൻ. കാരണം ആ സമയത്ത് കാലങ്ങനെ പൊക്കി വയ്ക്കാനും ആദ്യം സായിയോടാണ് ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞത്. അപ്പോൾ സായിയൊക്കെയാണ് ഫ്രണ്ടിൽ ഇരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന്. എൻ്റെ കാലിനൊക്കെ ഇപ്പോഴും ഭയങ്കര പെയിനാണ്. എനിവേസ് രാത്രി വന്നിട്ട് റൂമിലെത്തി കഴിഞ്ഞിട്ട് അങ്ങനെ ബോധം കെട്ട പോലെ ഉറങ്ങിപ്പോയി ഞാൻ. ഈ ഒരു പെയിനും എല്ലാം കൂടി ആയിട്ട് ഐസ് പാക്കൊക്കെ വെച്ച് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. ഞങ്ങൾ കോലാലംപൂർ പോവാണ്. ഇന്നവിടെ പെട്രോനാസ് ടവറും അവിടുത്തെ ഒരു മോളും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങളിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ എന്ത് ഇതാണ്. ഒരാളിങ്ങനെ വീഴുകയോ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടും കുറച്ചും കൂടെ ആൾക്കാർ വന്ന് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത് നമ്മളൊരു ഫോറിനർ ആയതുകൊണ്ട് നമ്മളെ തീരെ മൈൻഡ് ചെയ്യാത്ത പോലെയോ എനിക്കെന്നാൽ അവരുടെ ആറ്റിറ്റ്യൂഡായിരിക്കും, അറിയില്ല. ഇപ്പം എൻ്റെ ബ്രദറും സായിയും ഒക്കെ മോനും ഒക്കെ എല്ലാവരും വീഗാലാൻഡിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ വീഗാലാൻഡിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെയല്ല, ഇതിനെക്കാട്ടിലും അല്ലേ കണ്ണു, ഇതിനെക്കാട്ടിലും വളരെ സേഫാണെന്നാണ് അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മുടെ നാട് ഇതിനെക്കാട്ടിലും സേഫാണെന്നുള്ളത് അറിയുമ്പോൾ വലിയ സന്തോഷം എനിക്ക് തോന്നി. എന്തായാലും അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഇന്നലെ വീഡിയോസൊന്നും എടുക്കാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റാഞ്ഞത്. ഓക്കെ, പിന്നെ കോലാലംപൂർ എത്തിയിട്ട് സംസാരിക്കാം. ബൈ. നമ്മളിവിടെ കോലാലംപൂർ എയർപോർട്ടിലെത്തി. അമ്മ അച്ഛനൊക്കെ പോപ്കോൺ കഴിക്കുന്നു. സായി ചീസി ചിക്കൻ ഒനിയൻ ഡാനിഷ് ഒരു എന്താ ഇത് ഒരു സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വന്ന ദിവസം കഴിച്ചതാണ്, അപ്പോഴേ നല്ലതായിരുന്നു. ഇതാണ് ഈ പോപ്കോൺ ഷോപ്പിൻ്റെ ഗാരറ്റ്. ഷിക്കാഗോയിലെ സിൻസ് 1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2 വർഷം കഴിഞ്ഞപ്പോൾ. നല്ല രസമുണ്ട് ഷോപ്പ് കാണാൻ. ഇവർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സ്പൈസി കെറ്റിൽ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ സ്വീറ്റായിട്ടിരിക്കും, പക്ഷെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയയുടെ സൈഡൊക്കെ ആയിരിക്കും. പോപ്കോൺ എങ്ങനെയുണ്ട്? പോപ്കോൺ ഹൗസ് പോപ്കോൺ അച്ഛനെ ആണോ? ആണല്ലേ, അച്ഛൻ PVR-നാണ്. ഓ യാ, അച്ഛന് ഈ ബോള് ഇവിടെ കിടക്കുന്ന ബോളൊക്കെ ഒന്ന് കളിച്ചാൽ കൊള്ളാവുന്നുണ്ട്.
എന്താ സംഭവം അറിയില്ല. എന്താ വെച്ചാ അതെന്താന്നാ പറഞ്ഞ? നമുക്ക് തട്ടി കളിക്കാം. ആയിരിക്കും. അല്ല എടാ ഇങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കുന്ന ആരാ? ഷിൻചാനല്ലേ? അങ്ങനെയല്ല. ബാഗ് കുട ഡോറല്ലേ നീ പറഞ്ഞ? അയ്യോ പണ്ട് സായി ഇത് കണ്ടോണ്ടിരുന്നാണ്. നമുക്ക് വഴി ചോദിക്കാം. പിന്നെ ഇവിടെ കിട്ടും മാങ്ങ. മാങ്ങ കണ്ണ അമ്മ പറഞ്ഞ പഴുത്ത മാങ്ങ ഇവിടെ കിട്ടും ഇല്ലേ അമ്മ? അമ്മയ്ക്ക് എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒരു ഭയങ്കര വീക്ക്നെസ്സാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട ആ സാധനം കിട്ടുമോടാ? ആ കിട്ടും അമ്മേ. മാൻഡറിൻ ഓറഞ്ച് വാങ്ങിച്ചാലോ? ഒരു മിനിറ്റ്, ഇതേ ഇരിക്കുന്നു മാംഗോ. ഇതല്ല അല്ലേ അമ്മ കണ്ടത്? ആണോ? നല്ല രസമുണ്ട് എല്ലാം കാണാൻ. മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷമം. എല്ലാവരും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾട്ടീസിൻ്റെ ഐസ്ക്രീമാണ്. എനിക്ക് ആക്ച്വലി വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അച്ഛനും ഇഷ്ടപ്പെട്ടില്ല. കണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടു. തായ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് കുറച്ച് മാൻഡറിൻ ഓറഞ്ചസ് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര സ്വീറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമ്മളിവിടെ സൂര്യ എന്ന മോളിൻ്റെ പേര് സൂര്യ, KLCC സൂര്യ എന്ന് പറഞ്ഞ മോളിൽ കഴിക്കാൻ വന്നു. ഞാനും അച്ഛനും. ഇതെന്താ വെച്ചാൽ ലേഡീസ് ഫിംഗറിൻ്റെ ഒരു ഐറ്റം പ്ലസ് ചിക്കൻ ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സാധനം. സായി അച്ഛൻ, സായി അമ്മ കണ്ണനൊക്കെ ഇവിടുത്തെ നാസി കണ്ടാർ എന്ന് പറയുന്ന ഫുഡാണ്. ചിക്കൻ മട്ടൺ ബീഫ് എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റം. അങ്ങനെ ഒരു ഓർഡർ ചെയ്തു നമ്മൾ കഴിക്കാം. ഞാനും അച്ഛനും ചില്ലി ചിക്കൻ പരിപാടിയിൽ തോറ്റ് തുന്നം പാടിയിട്ട് അച്ഛനിത് തൈര് സാദസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ശരവണ ഭവനിൽ പോയി തൈര് സാദവും ശരവണ ഭവനിലെ നല്ല എമ്മി മസാല ദോശയും വാങ്ങിയിരിക്കുന്നു ഗൈസ്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് ഊട്ടി കൊടൈക്കനാൽ ദോശ തൈര് സാദം എന്നുള്ള അതാണ് ഞങ്ങളുടെ അടുത്ത ട്രിപ്പിൻ്റെ ഉദ്ദേശം. വേണമെങ്കിൽ കുറച്ച് കർണാടക വരുമ്പോൾ അവിടെയും ദോശ കിട്ടും. ഇഡ്ലി ദോശയൊക്കെ കിട്ടും. ദോശ വിട്ടുള്ള കളിയില്ല, കളിക്കല മോളെ. ആണോ? വെറൈറ്റി ഫുഡാണ്. മലേഷ്യനാ ദോശ നെയ്റോസ്. മലേഷ്യയിലെ നെയ്റോസ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയണ്ടല്ലോ അല്ലേ അച്ഛാ? കഴിച്ചോക്ക്. അത് പിന്നെ കഴിക്കാം. ഒരു പ്രാവശ്യം കഴിച്ചാൽ പോരെ? ഇപ്പം എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് തരം ദോശ കിട്ടിയിട്ട് ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ആര് കഴിക്കുമെന്ന്. കൊച്ചുമോനും ഒക്കെ ഇതൊക്കെ സായിയുടെ ഫേവറേറ്റ് ഷൂസിൻ്റെ ബ്രാൻഡാണ് അഡിഡാസ്. അതിലേക്ക് വന്നേക്കുക. സായി ഇവിടെ ഒരു സ്നീക്കർ വാങ്ങിക്കുക. സോ ഇവിടെ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് അവർ ഈ ഷൂസിനെ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പം നമ്മൾ ഷൂ വാങ്ങിച്ചു. എൻ്റെ ഷൂ വാങ്ങിച്ചു. അമ്മാവൻ്റെ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ കണ്ണാടി വാങ്ങിക്കാനായിട്ട് പോയി. ഷൂ വാങ്ങിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതെടുത്തിട്ട് നേരെ റൂമിൽ പോയിട്ട് എയർപോർട്ടിലോട്ട് പോകും. സുശീലേ, വിജയകരമായി ഞങ്ങൾ മലേഷ്യ ട്രിപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. അയ്യോ സായിക്കുട്ടിൻ്റെ ഷൂസ് കാണിച്ചായിരുന്നോ? സായിക്കുട്ടിൻ്റെ ഷൂസ് കാണിച്ചായിരുന്നോ? അപ്പം ഈ യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആര് കാണാനാണെന്ന് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഞാനല്ല കണ്ട് വിജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇതാ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കണ്ണനാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. സഹൃദയരെ അങ്ങനെ നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിട്ട് തീർന്നിരിക്കുന്നു. നമ്മൾ 2 സ്ഥലത്താണ് മെയിനായിട്ട്, 2 സ്റ്റേറ്റിലാണ് മെയിനായിട്ട് പോയത്. ഒന്ന് കൊലാലംപൂറും പിന്നെ പെനാങ്ങും. 2 സ്റ്റേറ്റാണ് മലേഷ്യയിൽ. നല്ലൊരു കൺട്രിയാണ്. നമ്മളിവിടുത്തെ ലോക്കൽ ഫുഡ്സും ഒക്കെ ട്രൈ ചെയ്തു.
ചേച്ചി കുറേ ശരവണ ഭവനിൽ നിന്ന് ഇന്ത്യൻ ഫുഡും ട്രൈ ചെയ്തു. അപ്പോൾ അങ്ങനെ വളരെ മിശ്രിത ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്തു. ദോശ, ചമ്മന്തി, സാമ്പാർ അതൊക്കെ ട്രൈ ചെയ്തു. വളരെ ബുദ്ധിമുട്ടിയാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ വെറൈറ്റി ഫുഡ് ചേച്ചി ട്രൈ ചെയ്തത്. അപ്പം എല്ലാം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി മേടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റാതെ വരുമ്പോൾ ഇന്ത്യൻ അങ്ങനെ. അതെ, പറ്റാതെ വരുമ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാടാവും, പിന്നെ ഞങ്ങൾ കഴിക്കേണ്ടി വരും. അതെ, അച്ഛനും ചേച്ചിയും ശരവണ ഭവനിൽ അഭയം തേടി. പിന്നെ അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ വളരെ ഒരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു. സായി കുട്ടനും കണ്ണനും ഒരേപോലത്തെ ഷൂസ് വാങ്ങിച്ചു. ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ആ ഷൂസിൻ്റെ ഒരു ബ്ലൂ കളറ് കണ്ണനെ വാങ്ങിച്ചു, അതിൻ്റെ ഗ്രീൻ കളർ സായി വാങ്ങിച്ചു. ട്വിന്നിങ് പക്ഷെ രണ്ടുപേരും രണ്ട് സ്ഥലത്തിട്ടായിരിക്കും ട്വിൻ ചെയ്യാൻ പോകുന്നത്. അതെ, രണ്ട് സ്ഥലത്തിട്ടായിരിക്കും ട്വിൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ സ്വന്തമായിട്ട് ചേച്ചി ഒരു കണ്ണാടിയൊക്കെ വാങ്ങിച്ചു. അയ്യോ അത് ഞാൻ കാണിച്ചില്ല. ഞാനൊരു കണ്ണാടി വാങ്ങിച്ചു, ഒരു സൺഗ്ലാസ് വാങ്ങിച്ചു. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഞാൻ ആ സൺഗ്ലാസ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഫീമെയിൽസിൻ്റെ ആണ് അവന് ചേരാൻ പോകുന്നില്ല. സോ പണിപ്പള്ളി ഗൈസ്. അപ്പം അതെ, അപ്പം അങ്ങനെ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നെങ്കിൽ, അവസാനമായിട്ടാണ് ഇത് കാണുന്നെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ചിയേഴ്സ്. ബൈ ബൈ. എല്ലാവരും ബൈ പറയൂ. എല്ലാവരും ബൈ.